നമസ്കാരം. വെളുത്തുള്ളി ഇല്ലാത്തൊരു അടുക്കളയെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ല നമുക്ക്. കാരണം നമ്മുടെ എല്ലാ വിഭവങ്ങളിലും ഒരു പ്രധാനപ്പെട്ട ചേരുവ വെളുത്തുള്ളിയാണ്. ഭക്ഷണത്തിൻ്റെ സ്വാദ് തന്നെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു സവിശേഷത കൂടെയുണ്ട്. എന്നാൽ സ്വാദ് കൊടുക്കുക എന്നുള്ളൊരു ഗുണം മാത്രമാണോ ഉള്ളത്? അല്ല, മറ്റു പലവിധ സവിശേഷതകളുണ്ട്. വെളുത്തുള്ളിയിൽ വൈറ്റമിൻ സി, കെ, ഫോളേറ്റ്, സിങ്ക്, സെലീനിയം, നാരുകൾ, ഇരുമ്പ്, കോപ്പർ, പൊട്ടാസ്യം, കാൽസ്യം, ഫോസ്ഫറസ് ഇതെല്ലാം തന്നെ അടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒട്ടനേകം വൈറ്റമിൻസും മിനറൽസും എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒന്നാണ് നമ്മുടെ വെളുത്തുള്ളി. ഈ വെളുത്തുള്ളി തന്നെ നമുക്ക് പല കാര്യങ്ങൾക്ക്, ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുമാത്രമല്ല, നമ്മുടെ സൗന്ദര്യ സംരക്ഷണത്തിനും വെളുത്തുള്ളി ഏറെ കേമനാണ്. അപ്പോൾ ഇതിൽ ആരോഗ്യ കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവരും തന്നെ അനുഭവിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ് പലവിധ കാരണങ്ങൾ കൊണ്ട് ഉറക്കക്കുറവ് എന്നുള്ളത്. അങ്ങനെ ഉറക്കക്കുറവുള്ള ഒരു വ്യക്തിയാണെങ്കിൽ വെളുത്തുള്ളി സൂത്രം തന്നെ നമുക്ക് ആദ്യം പ്രയോഗിക്കാം. അതിൽ ഒരു 2 അല്ലി വെളുത്തുള്ളിയെ ആവശ്യമുള്ളൂ. കിടക്കുന്നതിന് മുൻപ് 2 അല്ലി വെളുത്തുള്ളി അല്പം പാലിൽ തിളപ്പിച്ച് വറ്റിച്ചെടുക്കുന്ന ലശൂന ക്ഷീരപ്പാകയെക്കുറിച്ച് നമ്മൾ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഈ ഒരു ഗ്ലാസ് മിൽക്ക് കുടിക്കുകയാണെങ്കിൽ, ഗാർലിക് മിൽക്ക് വളരെ നല്ലതാണ്. ഉറക്കം വരുത്താൻ സഹായിക്കുന്ന ട്രിപ്റ്റോഫൻ അമൈനോ ആസിഡ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ വെളുത്തുള്ളി ഏറെ ഇത്തരം കാര്യങ്ങൾക്ക് ഗുണം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകളിലും പുരുഷന്മാരിലും ഉണ്ടാവുന്ന ലൈംഗിക ശേഷിക്കുറവ് നികത്താൻ സഹായിക്കുന്നുണ്ട്. പുരുഷന്മാരിൽ ഉണ്ടാവുന്ന പ്രീമെച്യൂർ ഇജാക്കുലേഷൻ അല്ലെങ്കിൽ ടൈമിംഗ് കുറവ് ഉണ്ടാവുന്ന ഒരു അവസ്ഥയിലോ, അല്ലെങ്കിൽ സ്പേമിൻ്റെ കൗണ്ട് കുറയുക, മോട്ടിലിറ്റി കുറയുക എന്ന് തുടങ്ങിയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ തന്നെ വെളുത്തുള്ളി ഇതുപോലെ അല്ലെങ്കിൽ തേനിലിട്ട് വെച്ച് കുതിർത്ത് വെച്ച് കഴിക്കുന്നതോ, ഈ പറഞ്ഞ പോലെ ക്ഷീരപാക രീതിയിൽ പാലിൽ തിളപ്പിച്ച് കുടിക്കുന്നതോ ഏറെ ഗുണകരമാണ്. വയറിലെ അണുബാധ കുറയ്ക്കാനും ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനും ശ്വാസകോശ സംബന്ധമായിട്ടുള്ള വിഷമതകളൊക്കെ ഇല്ലാതാക്കാനൊക്കെ സഹായിക്കുന്ന വളരെ നല്ല ഒന്നാണ് ലശൂന അല്ലെങ്കിൽ വെളുത്തുള്ളി എന്നുള്ളത്. വെളുത്തുള്ളിയിൽ തന്നെ സൾഫർ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഇത് നമ്മുടെ അമിതമായിട്ടുണ്ടാവുന്ന രക്തസമ്മർദ്ദം കുറയ്ക്കാൻ അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. കൊളസ്ട്രോൾ അധികമായിട്ടുള്ള രോഗികളിൽ വെളുത്തുള്ളി കഴിക്കുന്നത് ആ കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട് എന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും കൂടെ സഹായിക്കുന്ന ഒന്നാണ് വെളുത്തുള്ളി. അതുപോലെ വയറുവേദന, വയറുപെരുക്കം, വായുക്ഷോഭം, വയറ്റിൽ വേദനയോടുകൂടി അവിടെ തന്നെ വീർത്ത് വരിക, അതായത് നമ്മൾ ഗുൽമം എന്ന് പറയും, എന്നിവയ്ക്ക് വെളുത്തുള്ളിയും അതുപോലെ ശതകുപ്പ, കായം ഇവ സമം ചേർത്ത് നല്ലതുപോലെ പൊടിച്ച് ഓരോ ഗ്രാമിലുള്ള ഗുളിക രൂപത്തിലാക്കിയിട്ട് ഓരോ ഗുളിക വീതം 3 നേരം ചൂടുവെള്ളത്തിൽ കഴിച്ചാൽ നന്നായിട്ട് ശമനം കിട്ടുന്നതായിട്ട് കാണാറുണ്ട്. അധികമായ മേധോവൃദ്ധിയിൽ 3 ഗ്രാം വെളുത്തുള്ളി ചതച്ച് 2 ഔൺസ് പാല് ചേർത്ത് പതിവായി കുടിക്കാം.